ചെറിയ വിലയ്ക്ക് ഇപ്പോൾ വീടുകളിലേക്ക് പറ്റിയ ബൈക്കുകളാണ്. ഒരു 55-60 മേലെ 60-65. ഇത് രണ്ടാനീറ്റ് പൈ ചിന്താമണി മുട്ട കഴിഞ്ഞ വീട്ടിൽ 22 കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു 10 ദിവസം കഴിയുമ്പോൾ മടിയും. ഇത് രണ്ടാമത്തെ കിടാരി 20 ലിറ്ററിന്റെ മേലാണ്, താഴെ വരില്ല. 2-3 കലവ് പശുക്കളായി. ഇത് കന്നി പ്രസവമാണ്. നല്ലതേ മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് അവത്തിൽ ഏതെങ്കിലും ഒന്നോ അരിയാണ് മോശമാകുന്നത്. അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തിട്ടേലും ചെയ്യൂല. എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന ആവശ്യമാണ്, ഇതാ നമുക്ക് ഇന്നതാ വേണ്ടത്, നമുക്ക് കെട്ടിത്തറയിൽ വേണ്ട, വീടുകളിൽ വേണം പറഞ്ഞ് വീടുകളിൽ പോയി സെലക്ഷൻ ചെയ്ത് എടുത്തു കൊടുക്കും. ചെറിയ വിലയ്ക്ക് ഇപ്പോൾ വീടുകളിലേക്ക് പറ്റിയ ബൈക്കുകളാണ്. ഒരു 55-60 മേലെ 60-65 ആ റേഞ്ചിലുള്ള ബൈക്കുകളാണ്. പാല് ഒരു 10-15 ലിറ്ററിന്റെ അടുത്ത് വരുന്ന ബൈക്കുകളാണ്. നല്ല അടിപൊളി ജേഴ്സി പശുക്കളാണ്. വീട്ടുപാർട്ടിക്കും ഫോമുകളിലേക്കും ഒക്കെ പറ്റും. എന്നാൽ നല്ല ദേഹബലം, വലിയ മൂപ്പില്ലാത്ത ബൈക്കുകൾ രണ്ടാമത്തെ കിടാരികളാണ്. രണ്ടാമത്തെയാണ്. ഇപ്പം പശുക്കളുടെ ഒക്കെ വില അതെ അതെ, അത്യാവശ്യമൊക്കെ ഇത്തിരി വില കൂടി നിൽക്കുകയാണ് ഇപ്പോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മേടിക്കാം. വരുന്നവർ നമ്മൾ മോശമാക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാം. പോരെ, ഒരു 10-15 ലിറ്റർ പാല് കിട്ടുന്ന രീതിയിലുള്ള പശുവാണ്. നല്ല എത്ര ദിവസം ഉണ്ട്? അത് ഒരാഴ്ച കൊണ്ടാവും. ഒരാഴ്ച. മറ്റേതോ ഇതൊരു 10 ദിവസം വരെ ആവും. 10 ദിവസം ആവും. അപ്പൊ അത്യാവശ്യം ഈ പറഞ്ഞ റേഞ്ചിലുള്ള പശുക്കൾ നമുക്ക് ഒരു മര്യാദ വിലക്കൊക്കെ മേടിക്കാം. നമുക്ക് ടോപ്പ് ക്വാളിറ്റി വരുമ്പോ എത്ര രൂപ വരും? ടോപ്പ് ക്വാളിറ്റിയിൽ ലക്ഷത്തിന് മേലെ വരെയുള്ള പൈകളുണ്ട്. ഇത് രണ്ടാനീറ്റ് പൈ ചിന്താമണി മുട്ട. ചിന്താമണി മുട്ട ഒറിജിനൽ മുട്ട പയ്യ. ഒറിജിനൽ പശുവാണ്. നല്ല ക്വാളിറ്റി, ഇരുത്ത്, ചെവലപ്പാൻ, നല്ല പാല്, ലീഡിംഗ് ഉള്ള പയ്യ. നമുക്ക് എത്ര പാല് കിട്ടും? പാല് ഇത് കഴിഞ്ഞ വീട്ടിൽ 22 കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 22 കിട്ടിയ 2 നേരം കൂടി 22 കടിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പ്രസവമാണ്. കൂടാനേ സാധ്യതയുള്ളൂ. ഇപ്പൊ ഈ കാണുന്നത് നോക്കണ്ട, ഇനിയിപ്പോ ഒരു 15 ദിവസം, ഒരു 15 ദിവസം ഉണ്ട്. ഇതൊരു 10 ദിവസം കഴിയുമ്പോൾ മടിയും കാര്യം കണക്കൊക്കെ സൂപ്പർ ആയിരിക്കും. നല്ല തേനും കൂടി ഒരു വീടുകളിൽ. ശരിക്കും നമ്മളെ ഈ മൊബൈലിൽ കാണുമ്പോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോ നിങ്ങൾക്ക് കാണുന്ന രീതിയിലുള്ള പശുവേ അല്ല, വരുമ്പോ അതിന്റെ ക്വാളിറ്റി അതിന് ക്വാളിറ്റിയെ മാറും. ഇങ്ങനത്തെ പശുക്കള് ഈ വീഡിയോർക്കും ഇങ്ങനത്തെ ഈ പൈ ഉണ്ടെങ്കിൽ ഇതേമാതിരി ഉണ്ടെങ്കിൽ മര്യാദ വില പാത്തി മേടിച്ചു. ഇപ്പൊ ഇതിന്റെ വില പറഞ്ഞാൽ ശരിയാകത്തില്ല. അതറിഞ്ഞാ അത് അങ്ങനത്തെ ഉള്ള പയ്യ. ഫാമിലേക്ക് പറ്റിയ പയ്യാണ്. ഈ നിറമുണ്ടല്ലോ കേട്ടാ, ഇതേമാതിരി നിറം ഇതേമാതിരി ഓർസുള്ള പൈ കിടക്കണമെങ്കിൽ വളരെ അപൂർവങ്ങളെ ഉണ്ടാവുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ ഇതുമാതിരി നിങ്ങൾ വീഡിയോയിൽ കാണിച്ച പൈമാരി ഞങ്ങൾക്ക് വേണം പറഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. കന്നി പ്രസവമാണ്. കന്നിയാണ്. സാധാരണ ഒരു ക്രോസ് ബ്രീഡ് ആണല്ലോ. ഇത് ജേഴ്സി ക്രോസ് ബ്രീഡ് ആണ്. ജേഴ്സി മാത്രമല്ല, ഒരു നാടൻ എച്ചപ്പ് പല 2-3 കലവ് പശുക്കളായി. ഇത് അത് കാരണം നല്ല മടി വരും. ആട് നല്ല കറവി കിടക്കും പൈ. നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്വഭാവമാണ്. ഫസ്റ്റിലെ പ്രസവമാണ്. ഇങ്ങനത്തെയൊക്കെ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് കിടച്ചാൽ കുറെ കാലം നിർത്താം. പാല് നമ്മൾ കന്യായതുകൊണ്ട് പറയാൻ നല്ല ഒരു ബ്രീഡ് നല്ല ബ്രീഡാണ്. പക്ഷെ എന്താ പറഞ്ഞാൽ ഗണക്കുള്ള പൈകൾ തന്നെ ആൾക്കാർക്ക് കൊടുക്കണം. മോശമുള്ളത് കൊടുക്കാൻ പാടില്ല. നമ്മൾ അറിഞ്ഞ പശുക്കളെ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ വിലയൊക്കെ 75 വില പറയും. 16 ഉറുപ്പിന് താഴെയും മേലെയായിട്ടൊക്കെ കച്ചവടം നടക്കുന്നത്. ഇത് രണ്ടാമത്തെ കിടാരിയാണ്. എച്ചപ്പ് ക്രോസാ. രണ്ടാമത്തെ കിടാരി HF ക്രോസ്. നല്ല ഹെൽത്തി ഉള്ള പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹെൽത്തി ഉള്ള പയ്യാണ്. രണ്ടാമത്തെ കിടാരിയാണ്. നമുക്ക് പാലൊക്കെ 20 ലിറ്ററിന്റെ മേലാണ്, താഴെ വരില്ല. 20 ലിറ്റർ 12 തൊട്ട് 20 ലിറ്റർ. ഇതൊരു 10-20 ദിവസം കാണും. ഒരു 15 ദിവസം കാണും. 15 ദിവസം എന്തായാലും ഉണ്ടാവും. നല്ല മടിയായാലേ ഇങ്ങനത്തെ പൈകളൊക്കെ നോട്ടം കടിക്കുള്ളൂ. പക്ഷെ ലോങ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ മടിയാകാത്ത പൈകൾ കൊണ്ടുപോയാൽ വളരെ നല്ലതാ. എന്താ പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി തീനും കൂടിയെല്ലാം കെട്ടാക്കി അവരുടെ സെറ്റപ്പിൽ വരുന്ന പ്രസവം കഴിയുന്ന സമയത്ത് നല്ലതാ. ഇതെല്ലാം ഇതൊക്കെ ലക്ഷത്തിന്റെ മേലെ പറയുന്നുണ്ട്. മടിയായി കഴിഞ്ഞിട്ട് നമുക്ക് താഴെ മേടിക്കാം. അത് നമ്മൾ വരുന്ന പാർട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടണല്ലോ. ഇത് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ ആ രീതി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഇത്ര വിലയാണെന്ന് കർശനമായി പറയാൻ പറ്റില്ല. എന്നാലും ഒരു രൂപ താഴെ മേടിക്കാം.